സെപ്റ്റംബർ 5 അധ്യാപക ദിനം. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ദിവസം അധ്യാപക ദിനമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? അതിനു പിന്നിൽ മഹത്തായ ഒരു ജീവിതകഥയും ഒരു അധ്യാപകന്റെ മഹിമയെ ഉയർത്തിപ്പിടിച്ച ഒരു രാഷ്ട്രപതിയുടെ വിനയപൂർവമായ അഭ്യർത്ഥനയുമുണ്ട്. 1888 സെപ്റ്റംബർ 5 തമിഴ്നാട്ടിലെ തിരുത്തണിയിൽ ജനിച്ച എസ് രാധാകൃഷ്ണൻ ബാല്യകാലം മുതൽ തന്നെ പഠനത്തിൽ മികവ് തെളിയിച്ചു. കുടുംബം വലിയ സമ്പന്നമൊന്നുമല്ലായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം കുടുംബം ഏറ്റവും പ്രാധാന്യത്തോടെ പിന്തുണച്ചു. അദ്ദേഹം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ചു. പിന്നീട് ദാർശനികതയെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായി തിരഞ്ഞെടുത്തു. 1918 അദ്ദേഹം മൈസൂർ സർവകലാശാലയിൽ ഫിലോസഫി പ്രൊഫസറായി നിയമിതനായി. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ അധ്യാപക ജീവിതം ഇന്ത്യയിലും ലോകത്തും പ്രശസ്തി നേടി. 1921 അദ്ദേഹം കൽക്കത്ത സർവകലാശാലയിൽ ചേർന്നു. തുടർന്ന് 1936 ഇംഗ്ലണ്ടിലെ പ്രസിദ്ധമായ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ സ്റ്റാൻഡിംഗ് ചെയർ ഓഫ് ഈസ്റ്റേൺ റിലീജിയൻ ആൻഡ് എത്തിക്സ് ഏറ്റെടുത്തു. ഇത് വഹിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ അധ്യാപകനായിരുന്നു അദ്ദേഹം. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ രചനകൾ ലോകത്തെയും ആകർഷിച്ചു. ഇന്ത്യൻ ഫിലോസഫി, ദ ഫിലോസഫി ഓഫ് ദി ഉപനിഷത്ത് ആൻഡ് ഐഡിയലിസ്റ്റ് വ്യൂ ഓഫ് ലൈഫ്, ഈ കൃതികൾ ഇന്ത്യൻ ദാർശനിക ചിന്തയെ പാശ്ചാത്യ ലോകത്തിന് പരിചയപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾക്ക് ലോകം തന്നെ അംഗീകാരം നൽകി. 16 തവണ സാഹിത്യത്തിനും 11 തവണ സമാധാനത്തിനുമായി ആകെ 27 തവണ അദ്ദേഹം നോബൽ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. വിദ്യാഭ്യാസത്തിലും ദാർശനികതയിലും അദ്ദേഹം നൽകിയ സംഭാവനകൾക്ക് 1954 രാജ്യം ഭാരതരത്ന നൽകി ആദരിച്ചു. പിന്നീട് സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലും അദ്ദേഹം സജീവമായി. രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് വിരമിച്ച ശേഷം 1962 അദ്ദേഹം ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായി സ്ഥാനമേറ്റു. രാഷ്ട്രപതിയായിരുന്നാലും തൻ്റെ ജീവിതം മുഴുവൻ ഒരു അധ്യാപകനാണ് എന്ന തിരിച്ചറിവോടെയാണ് അദ്ദേഹം കണ്ടത്. 1962 രാഷ്ട്രപതിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും സുഹൃത്തുക്കളും ചേർന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, സാർ, നിങ്ങളുടെ ജന്മദിനം വലിയ ആഘോഷമായി ആചരിക്കണം. അദ്ദേഹത്തിൻ്റെ മറുപടി ചരിത്രത്തിലെ വഴിത്തിരിവായി മാറി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജന്മദിനം പ്രത്യേകം ആഘോഷിക്കുന്നതിനേക്കാൾ അത് അധ്യാപക ദിനമായി ആചരിക്കുന്നത് എനിക്ക് വലിയൊരു ബഹുമാനമായി തോന്നും. അദ്ദേഹത്തിൻ്റെ വിനയം നിറഞ്ഞ ഈ അഭ്യർത്ഥനയെ മാനിച്ച് 1962 സെപ്റ്റംബർ 5 മുതൽ ഇന്ത്യയിൽ അധ്യാപക ദിനം ആചരിക്കാൻ തുടങ്ങി. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഉറച്ച് വിശ്വസിച്ചിരുന്നു, അധ്യാപകർ രാജ്യത്തിൻ്റെ മികച്ച മനസ്സുകളായിരിക്കണം. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ദർശനം 1950കളിലെ സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ വഴി ഇന്ത്യയുടെ വിദ്യാഭ്യാസ സംവിധാനത്തെ തന്നെ രൂപപ്പെടുത്തുകയും ചെയ്തു. ഗവേഷണാധിഷ്ഠിത പഠനം, സർവകലാശാലകളുടെ വളർച്ച എന്നിവയ്ക്കെല്ലാം അദ്ദേഹം വഴികാട്ടിയായി. 1975 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അന്തരിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതവും സന്ദേശവും ഇന്നും ജീവിക്കുന്നു. അധ്യാപകൻ ഒരു തൊഴിൽ മാത്രമല്ല, അതൊരു മഹത്തായ ദൗത്യമാണ്. ഈ സന്ദേശമാണ് അദ്ദേഹം ഇന്ത്യക്കും ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ പാഠം. അതിനാൽ ഓരോ സെപ്റ്റംബർ 5 നാം ആദരിക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞ, ജ്ഞാനത്തിൻ്റെ ദീപം കത്തിച്ച മഹാനായ അധ്യാപകൻ്റെ ജീവിതമാണ്. അധ്യാപകരെ ആദരിക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ ഭാവിയെ തന്നെ ആദരിക്കുന്നു. കൃതജ്ഞതയും ആദരവും നിറഞ്ഞ അധ്യാപക ദിന ആശംസകൾ.